ഹായ് ഹലോ എവറി വൺ. ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശരിക്കും ഹാവ് യു സീൻ ദിസ് എന്നൊരു സെഗ്മെൻറ്റാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി പ്രീമിയർ ഷോ ആയിട്ട് DS ഇര എന്ന സിനിമ, പ്രണവ് മോഹൻലാലിൻ്റെയും രാഹുൽ സദാശിവൻ്റെയും ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ സിനിമയായ DS ഇര ഞങ്ങൾ കവിത തിയേറ്ററിൽ രാത്രി 11:55 ഷോ പോയി കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണിത്. ശരിക്കും വർത്ത് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയേണ്ട ഒരു സിനിമയാണ്. അത് ടെക്നിക്കൽ സൈഡായാലും അതിൻ്റെ ജംപ് സ്കെയർ അല്ലെങ്കിൽ ആ ഹൊറർ എലമെൻ്റ് ആയാലും ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ നല്ലൊരു ഓഡിയോ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു തിയേറ്ററിലിരുന്ന് നമ്മൾ കണ്ടു പേടിക്കേണ്ട ഒരു സിനിമയാണ്. ഞാൻ പൊതുവേ എനിക്ക് ഹൊറർ സിനിമകൾ ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. എൻ്റെ വൈഫാണ് അതിൻ്റെ ഫാൻ. അപ്പം അവൾ നിർബന്ധിച്ചിട്ടാണ് ശരിക്കും ഞാനിതിന് പോയത്. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി പോയി പേടി മാറ്റാനായിട്ട് ഞാനൊരു ഷവർമയൊക്കെ മേടിച്ചുകൊണ്ടാണ് അതിനകത്ത് പോയത്. പോയി ഇരുന്നു, സിനിമ കണ്ടു. പക്ഷേ ആ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കാതെ അവിടെ ഇരുന്ന് കാണും. ചില ഹൊറർ സിനിമകളിൽ നമുക്കിങ്ങനെ കാണാം, കുറച്ച് പേരിരുന്ന് കൂവും, ചിരിക്കും, ഒച്ച ഉണ്ടാക്കും. ഇതിൽ കുറച്ച് പേർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിലും ഈ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ വരെ പിടിച്ച് സൈലൻ്റാക്കി ഇരുത്താനുള്ളൊരു ക്വാളിറ്റി അതിനകത്തുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ആയാലും വളരെ കുറച്ച് പേരെ ഇതിനകത്തുള്ളൂ. പ്രണവ് മോഹൻലാൽ, എസ്തെറ്റിക് കുഞ്ഞമ്മ, അങ്ങനെ കുറച്ച് പേരെ ഇതിനകത്ത് അഭിനയിക്കുന്നുള്ളൂ. പക്ഷേ ചെയ്തവരെല്ലാം വളരെ നാച്ചുറൽ ആൻഡ് ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ടെക്നിക്കൽ സൈഡിൽ രാഹുൽ സദാശിവൻ ഒബ്വിയസ്ലി പ്രൂവ് ചെയ്ത ഒരാളാണ്. നമ്മൾ പറയേണ്ട കാര്യമില്ല. ഭൂതകാലം ആയാലും ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭൂതകാലം ഒരു ക്രീപ്പി ഇമ്പാക്റ്റാണ് നമുക്ക് തരുന്നത്. ഭ്രമയുഗം, ആസ് യു നോ, അതിന് മുന്നേ റെഡ് റെയിൻ എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീഗിലേക്ക് പുള്ളിക്ക് ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ളൊരു പേര് പുള്ളിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഈ സിനിമയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഞാൻ പറയേണ്ട പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ DOPയുടെ ആണ്, ഷഹനാ ജലാൽ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ലൈറ്റിംഗ് ആൻഡ് ബെസ്റ്റ് വർക്ക്. അത് സട്ടിലായിട്ട് വലിയ ഷേക്കി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ സട്ടിലായിട്ട് അത് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് പുള്ളി കാണിച്ചു തന്നു. സൗണ്ട് ഡിസൈനറായ ജയദേവൻ, സൗണ്ട് മിക്സ് ചെയ്തേക്കുന്ന നാഷണൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള MR രാജകൃഷ്ണൻ, ഇവരെ പിന്നെ പോസ്റ്റർ ഡിസൈൻ എസ്തെറ്റിക് കുഞ്ഞമ്മ ഇതിനകത്ത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു സ്കെയറി ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി മാക്സിമം കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു സിനിമ റിവ്യൂയുടെ സെഗ്മെൻറ്റ് ഒരു മോഹൻലാൽ സിനിമ കൊണ്ട് തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ശരിക്കും ഹൃദയപൂർവ്വം തൊട്ടായിരുന്നു അത് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ രാവണപ്രഭു തിയേറ്ററിൽ പോയി കണ്ടു റിലീസ്. പക്ഷേ ഇത് രണ്ടിനും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു, എനിക്ക് നല്ല മടിയാണ്. പക്ഷേ ഈ സിനിമ തൊട്ട് മുന്നോട്ട് ഞാൻ കാണുന്ന എല്ലാ സിനിമകളും ഒരു ചെറിയ ഷോർട്സ് അല്ലെങ്കിൽ റിവ്യൂ പോലെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുക. താങ്ക് യു. അപ്പോൾ ഹാവ് യു സീൻ ദിസ്.